എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജ്യോതിഷ് രാജ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകളെയാണ് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് സിലബസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 5 ക്ലാസ്സുകൾ കവർ ചെയ്തു. അതിനുശേഷം വരുന്ന 6ാമത്തെ ക്ലാസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യത്തെ 5 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വെച്ചത്? അവസാനമായി നമ്മൾ നോക്കിയത് എന്താണ്? 1885 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ആരംഭമാണ് അവസാനത്തെ ക്ലാസ്സിൽ നമ്മളായിട്ട് പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം വരുന്ന ഒരു സാമൂഹിക സാഹചര്യങ്ങളെയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ വിശകലനം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വരൂ. 1885 ആയപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി ഉയർന്നു വന്ന ദേശീയതയെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു സാർവദേശീയ സംഘടന രൂപീകരിക്കപ്പെടുകയാണ്. അതിനെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടം പിടിക്കുകയും രാജ്യമൊട്ടാകെ നടന്ന ദേശീയതയുടെ ഒരു ചുരുക്കപ്പേരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുകയും ചെയ്തു. സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് ഒരു പ്രധാനപ്പെട്ട ശത്രുവായി മാറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുവാനായിട്ടും രാജ്യമൊട്ടാകെ കേന്ദ്രീകരിച്ച ഒരു ദേശീയതയെ തകർക്കുവാനായിട്ടും ബ്രിട്ടീഷുകാർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു. അതിലൊന്നാണ് ബംഗാളിന്റെ വിഭജനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തു വെക്കുക. എന്താണ് ബംഗാളിന്റെ വിഭജനം? അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ടോപ്പിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബംഗാൾ വിഭജനം എന്നുള്ളത്. അപ്പോൾ എന്താണ് ബംഗാൾ വിഭജനത്തിന്റെ കാരണമെന്നതും ബംഗാൾ വിഭജനം ഇന്ത്യ ചരിത്രത്തിലുണ്ടാക്കിയ സ്വാധീനം എന്താണെന്നും നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ബംഗാളിനെ രണ്ടായി വിഭജിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം രൂപപ്പെടുവാനായിട്ടൊരു സാധ്യതയുണ്ട്. എന്തിനായിരിക്കും വെറുതെ കിടക്കുന്ന ബംഗാളിനെ ഇവർ രണ്ടായിട്ട് വിഭജിക്കുന്നത്? എന്തിനാണെന്ന് വെച്ചാൽ ബംഗാളിന് ഒരു ഇരട്ടപ്പേരുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. അത് ഓർത്തു വെക്കുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്? അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേശാഭിമാനികളിൽ ഭൂരിഭാഗവും ബംഗാളിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് ഭൂരിഭാഗം വരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ വിഭജിക്കുന്നതിനായിട്ട് ഐക്യ ബംഗാളിനെ രണ്ടായി വിഭജിക്കുക, അത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ആദ്യത്തെ രൂപമായി അത് മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബംഗാൾ വിഭജനം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യ ചരിത്രത്തിൽ അരങ്ങേറുന്നത്. അപ്പൊ ഇവർ ആദ്യം ബംഗാൾ വിഭജിക്കുവാനുള്ള തന്ത്രം ആവിഷ്കരിക്കുകയും പിന്നീട് അതിനെ ന്യായീകരിക്കുവാനായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ കഴ്സൺ പ്രഭു എന്താണ് പറയുന്നത്? നിലവിലുള്ള ബംഗാൾ പ്രവശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണ്. ഇത് പറയുന്നത് ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ് പറയുന്നത്. അതായത് ഇത്രയും വലിയൊരു പ്രദേശത്തെ നമുക്ക് ഭരിക്കുവാൻ സാധിക്കുകയില്ല, അത് രണ്ടായി വെട്ടിമുറിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ബ്രിട്ടീഷുകാരനായിട്ടുള്ള കഴ്സൺ പ്രഭു എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ കാരണം? അല്ല. അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ വളരെ കൃത്യമായി നമുക്കിനി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന HH റിസ്ലെയുടെ വാദമുഖങ്ങൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി തന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. എൻ്റെ കൂടെ ഒന്ന് വായിച്ചു പോവുക. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കുവാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്നും ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു അദ്ദേഹത്തിന്റെ തന്ത്രം. ബ്രിട്ടീഷുകാർ എന്തിനായിരിക്കാം ബംഗാൾ പരസ്പരം വിഭജിച്ചത് എന്നുള്ളതിന്റെ തന്ത്രം വളരെ കൃത്യമായി HH റിസ്ലെ പറയുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി കൂടിയായിരുന്നു. അങ്ങനെ ബംഗാളിനെ ഇവർ രണ്ടായിട്ട് വിഭജിക്കുകയാണ്. എപ്രകാരമായിരുന്നു ആ വിഭജനം എന്ന് പറയുന്നത്? കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്നു. നോക്കൂ, കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും എന്നിങ്ങനെ ബംഗാളിനെ രണ്ടായി വിഭജിക്കുകയാണ്. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. നോക്കൂ, അവിടെ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ വിസ്തൃതമായ ഒരു പ്രദേശമായതുകൊണ്ട് ഞങ്ങൾക്ക് ഭരണത്തെ
രാജ്യത്തിന് അസൗകര്യമാണ് എന്ന് പറഞ്ഞ കഴ്സൺ പ്രഭു വിഭജിച്ചിരിക്കുന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവുമായിട്ടാണ്. എന്തിനായിരിക്കും അപ്രകാരം ചെയ്തതെന്ന് പറയുന്നത് രാജ്യത്ത് വർഗീയ കലാപങ്ങളുടെ തുടക്കം കുറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അതുവഴി രാജ്യത്ത് ഉയർന്നു വന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ വഴി തിരിച്ചുവിടുകയുമാണ് ഇതുവഴി ബ്രിട്ടീഷുകാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 1905 ജൂലൈ മാസം 20-ാം തീയതിയാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. ആ വർഷം ഓർത്തുവെക്കുക, 1905 ജൂലൈ മാസം 20-ാം തീയതി. എന്നാൽ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയുടെ പേരെന്താണ്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയുക, കഴ്സൺ പ്രഭു. അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന എപ്പോഴാണ്? 1905 ഒക്ടോബർ മാസം 16-ാം തീയതി. ഓർത്തുവെക്കുക, 1905 ഒക്ടോബർ മാസം 16-ാം തീയതി ആയപ്പോൾ ബംഗാളിന്റെ വിഭജനം പൂർണ്ണമായും നിലവിൽ വന്നു. ആരായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി എന്ന് പറയുന്നത്? കഴ്സൺ പ്രഭുവാണ്. ഈ കഴ്സൺ പ്രഭുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കോൺഗ്രസിനെ അതിന്റെ സമാധാനപൂർണമായ മരണത്തിന് സഹായിക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം. ഇത് പറഞ്ഞത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് പറഞ്ഞത് ആരാണ്? ഡഫ്രിൻ പ്രഭുവാണ്. എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്നത്? സൂക്ഷ്മ ന്യൂനപക്ഷത്തിന്റെ സംഘടന എന്ന് പറഞ്ഞത് ആരാണ്? ഡഫ്രിൻ പ്രഭുവാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ കൂട്ടത്തില് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ബംഗാൾ വിഭജനത്തിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥ പഴയതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായി മാറുകയാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചത്? 1905 ഒക്ടോബർ 16 ആയപ്പോഴേക്കും ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. എന്താണ് 1905 ഒക്ടോബർ 16ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷമാണ് 1905 ഒക്ടോബർ 16 എന്ന് പറയുന്നത്. അങ്ങനെ കൽക്കത്തയിൽ ഹർത്താൽ ആചരിക്കപ്പെടുകയും രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ആ പാട്ടിന്റെ പേരെന്താണ്? അമർ സോണാർ ബംഗ്ല. അതെന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ഈ അമർ സോണാർ ബംഗ്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ട കാലത്ത് പ്രചോദനമാവുകയും 1971 ആയപ്പോഴേക്കും അവരുടെ ഔദ്യോഗിക ഗാനമായി അംഗീകരിക്കുകയും ചെയ്തു. ആര് രചിച്ചതാണ്? രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല. അപ്പൊ ഈ അമർ സോണാർ ബംഗ്ല എന്ന് പറയുന്ന ഗാനം എപ്പോൾ ആലപിക്കപ്പെട്ടു? ബംഗാൾ വിഭജന സമയത്ത് ആലപിക്കപ്പെട്ടു. പിന്നീട് ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറുകയും ഇത് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. ആ വാക്ക് ഓർത്തു വെച്ചിരിക്കുക, സ്വദേശി പ്രസ്ഥാനം. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആരംഭത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബംഗാൾ വിഭജനമായിരുന്നു. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഇത് പറഞ്ഞതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. എന്താണ്? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഇത് മഹാകവിയായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ്. ഈ വാക്കുകൾ ബംഗാൾ വിഭജന കാലത്ത് ജനങ്ങളെ വളരെയധികം പ്രചോദിപ്പിച്ചിരുന്നു. അങ്ങനെ സ്വദേശി പ്രസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ 5-ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ സ്വദേശി പ്രസ്ഥാനം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കായിട്ട് അത് വായിക്കാം. എന്റെ കൂടെ തന്നെ അതൊന്ന് മനസ്സിലാക്കി പോവുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. 1905 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണിത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്തിന്റെ? സ്വദേശി പ്രസ്ഥാനത്തിന്റെ. അതായത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളെ വർജിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളെ പരമാവധി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് മാസം 7-ാം തീയതി ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. അതായത് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് മാസം 7-ാം തീയതി, ഓഗസ്റ്റ് മാസം എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 7-ാം തീയതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനമാണ്. എപ്പോൾ മുതൽ? 2015 മുതൽ. അങ്ങനെ ബംഗാൾ വിഭജനത്തിന് ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു രൂപം കൈവരുകയും പുതിയ പുതിയ ആശയധാരകൾ അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഒരു പുതിയ തരം സമര രീതി
ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനെയാണ് സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അതൊന്നും മനസ്സിലാക്കി വെക്കുക. അതായത് സ്വാശ്രയം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ സമര രൂപമാണ് ഏതുമായി ബന്ധപ്പെട്ടത്? ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ സമര രീതി. ഇന്ത്യൻ വസ്തുക്കളുടെ പരമാവധി ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ പരമാവധി ബഹിഷ്കരണവുമാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സമരമാർഗങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇന്ത്യക്കാരുടെ പ്രധാന സമര ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കുന്നതിലൂടെ ബ്രിട്ടീഷ് സർക്കാരിന് പരമാവധി നഷ്ടമുണ്ടാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് ദേശസ്നേഹികൾ പല വിധത്തിലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങുകയാണ്. അങ്ങനെ ഇന്ത്യക്കാർ മാത്രം മുതൽ മുടക്കി ഇന്ത്യയിൽ അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ ഒരു സമര മാർഗത്തിന് വേണ്ടി രൂപം കൊള്ളുകയാണ്. അപ്രകാരമുള്ള കുറച്ച് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആചാര്യ PC റോയിയുടെ നേതൃത്വത്തിൽ ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിക്കുന്നു. ആരാണ്? ആചാര്യ PC റോയിയുടെ നേതൃത്വത്തിൽ ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കവി രവീന്ദ്രനാഥ ടാഗോറിന്റെ നേതൃത്വത്തിൽ സ്വദേശി സ്റ്റോർ ആരംഭിക്കുന്നു. രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സ്ഥാപനത്തിന്റെ പേരെന്താണ്? സ്വദേശി സ്റ്റോർ എന്ന് പറയുന്നു. വി ചിദംബരം പിള്ള, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തെയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. ഈ വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുന്നു. വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുന്നു. ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി, ഇവയെല്ലാം സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ്. അപ്പൊ ഞാനിത് ഒന്നുകൂടി വായിക്കാം. ആചാര്യ PC റോയ് ആരംഭിച്ചത് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചത് സ്വദേശി സ്റ്റോർ ആണ്. വി ചിദംബരം പിള്ള, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്താണ്? കപ്പലോട്ടിയ തമിഴൻ. അദ്ദേഹം 1906 ആയപ്പോഴേക്കും തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വ്യക്തിയാണ്. ആര്? വി ചിദംബരം പിള്ള. അത് കഴിഞ്ഞ് ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി, ഇവയെല്ലാം സ്വദേശി സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ദേശാഭിമാനികളുടെ പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സുരേന്ദ്രനാഥ ബാനർജി പറഞ്ഞിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. ഞാൻ ആ ബോക്സ് നിങ്ങൾക്കായിട്ട് വായിക്കാം. അപ്പോൾ കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നത് പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതന്മാർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കുവാൻ അതിഥികൾ വിസമ്മതിച്ചു. ഇത് ആരുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്? ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടമെടുത്തിരിക്കുന്നതാണ്. ഇത് ആര് പറഞ്ഞതാണ്? സുരേന്ദ്രനാഥ ബാനർജി. മിതവാദി നേതാക്കളിൽ പ്രധാനിയായ സുരേന്ദ്രനാഥ ബാനർജി പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? ബഹിഷ്കരണം എന്ന് പറയുന്നത് സമ്പൂർണ്ണ ബഹിഷ്കരണമായിരുന്നു. അതായത് ഒരു തരത്തിൽ പോലും ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യവും ലഭിക്കുന്നില്ല എന്ന് ഇന്ത്യക്കാർ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു ബഹിഷ്കരണമായിരുന്നു അന്നുണ്ടായിരുന്നത്. പഞ്ചസാര ഉപേക്ഷിച്ചു. നമ്മളിപ്പോൾ പഞ്ചസാരയൊക്കെ ഉപേക്ഷിക്കാറുണ്ട് അല്ലെ, ഷുഗർ കട്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ എങ്കിൽ അന്ന് പഞ്ചസാര ഉപേക്ഷിച്ചത് ഹെൽത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, പകരം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഇവരെന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചു. അപ്പൊ ഇതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നു? കാർമ്മികത്വം വഹിക്കുവാൻ പോലും വിസമ്മതം പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? വിദേശ വസ്തുക്കളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എത്രത്തോളമായിരുന്നു ബഹിഷ്കരണ രീതിയുടെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ വായിച്ചു തരാം. പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയായി. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം? സ്വദേശി പ്രസ്ഥാനം. അപ്പം ആദ്യമായിട്ട് സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാവുകയാണ്. സാംസ്കാരികം, വിദ്യാഭ്യാസം,
വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ ഇതിന്റെ സ്വാധീനം ശക്തമായി അനുഭവപ്പെടുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിക്കുകയും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യത്തിന് സംഭാവന ചെയ്യുവാനും ഈ ഒരു പുതിയ സമര പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. അതായത് ബുദ്ധിജീവികൾക്കിടയിൽ മാത്രം നിലനിന്നിരുന്ന സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തിന് ആരും കൂടെ പങ്കാളികളായി, സാധാരണക്കാരും കൂടി പങ്കാളികളായി. എന്തുകൊണ്ട്? സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ് കാരണം. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം രൂപീകരിക്കുവാനും ജനങ്ങളെ സേവിക്കുവാനായിട്ട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു. അതിനെയാണ് നമ്മൾ സ്വദേശി സമിതികൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സന്നദ്ധ സംഘടനകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്തുവാൻ. അധ്യാപകനായിരുന്ന അശ്വനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയുക, അശ്വനി കുമാർ ദത്ത്. അശ്വനി കുമാർ ദത്ത് എന്ത് രൂപീകരിച്ചു? സ്വദേശി ബാന്ധവ് സമിതി. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വദേശി സമരത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവരുടെ വിവിധ പ്രചാരണ പരിപാടികളും ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതുമായിരുന്നു. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഈ സന്നദ്ധ സംഘടനകളുടെ ലക്ഷ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരിക്കലും മറക്കരുത്, അശ്വനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി. ഓക്കെ, അങ്ങനെ നമ്മൾ പുതിയൊരു ടോപ്പിക് പരിചയപ്പെടാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 1885 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ എല്ലാം തന്നെ ഏകോപിപ്പിച്ച ഒരു സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ദീർഘ കാലഘട്ടത്തെ മൂന്നായി നമ്മൾ തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകും. മിതവാദികളുടെ കാലഘട്ടം, തീവ്ര ദേശീയവാദികളുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു മൂന്ന് കാലഘട്ടവും ആ കാലഘട്ടത്തിലുണ്ടായ ഇവരുടെ കോൺഫ്ലിക്റ്റുകളുമാണ് ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതെന്താണെന്നൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 1885 മുതൽ 1905 വരെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്താണ് കോൺഗ്രസിനകത്തെ മിതവാദികളുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അവർ വളരെയധികം ഭരണഘടനാനുസൃതമായി ബ്രിട്ടനെ എതിർക്കുകയാണ് ഉണ്ടായത്. അതായത് ബ്രിട്ടന്റെ ഭരണഘടനയുടെ പരിഷ്കരണമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരുടെ ഒരു കാലഘട്ടമായിരുന്നു മിതവാദികളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയിലെ മിതവാദികളുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമരത്തിന് അവർ തയ്യാറായിരുന്നില്ല. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. അപ്പോൾ സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെ, യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് ഇന്ത്യയിൽ വളർന്നു വന്ന ഒരു കൂട്ടം ബുദ്ധിജീവികളുടെ കാലഘട്ടമായിരുന്നു മിതവാദികളുടെ കാലഘട്ടം എന്ന് പറയാൻ സാധിക്കും. ഈ മിതവാദികൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നേരിട്ട് എതിർക്കുന്നതിന് പകരം അവരുടെ ലഘുലേഖകളും അവരുടേതായിട്ടുള്ള സിദ്ധാന്തങ്ങളും കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ശ്രമിച്ചത്. നമുക്കറിയാം, മിതവാദികളിൽ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ദാദാഭായ് നവറോജിയുടെ ഏറ്റവും വലിയ സിദ്ധാന്തമായിരുന്നു ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ ചോർച്ചാ സിദ്ധാന്തം മിതവാദികളുടെ തന്നെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഈ ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ചയുടെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരാണെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമായിരുന്നു ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. അങ്ങനെ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെ കോൺഗ്രസിനകത്തെ മിതവാദികളുടെ കാലഘട്ടം എന്ന് പറയുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, ബ്രിട്ടീഷുകാരുടെ ഭരണഘടന പരിഷ്കരിക്കുകയാണ് ഇന്ത്യയുടെ ഭാവിക്ക് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന കൂട്ടരായിരുന്നു കോൺഗ്രസിനകത്തെ മിതവാദികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ മിതവാദികളുടെ പ്രവർത്തനത്തിൽ അസംതൃപ്തരായ ഒരു കൂട്ടം നേതാക്കൾ ഉയർന്നു വരികയാണ്. അവരെ തീവ്ര ദേശീയവാദികൾ എന്ന് വിളിക്കപ്പെടുന്നു. അവരുടെ കാലഘട്ടം എപ്പോഴാണ്? 1905 മുതൽ 1918 വരെ. 1905 മുതൽ 1918 വരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ മറ്റൊരു കാലഘട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തെ തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ വർഷം കൃത്യമായി ഓർത്തു വച്ചിരിക്കുക. 1885 മുതൽ
1905 വരെ മിതവാദികളുടെ കാലഘട്ടമായിരുന്നു. ഈ 1905 എന്താണ് ആ വർഷത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? ബംഗാൾ വിഭജനം. അതായത് ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് ഇന്ത്യയിൽ തീവ്ര ദേശീയവാദികൾ ഉയർന്നു വന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കും. അവരുടെ കാലഘട്ടം 1918 വരെ നീണ്ടു നിന്നിരുന്നു. ഈ 1918 ശേഷം ഇന്ത്യ ചരിത്രത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് എത്തുകയും അതോടുകൂടി ആ ഒരു കാലഘട്ടം ഗാന്ധിയുടെ പേരിൽ മാത്രം അറിയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് തീവ്ര ദേശീയവാദികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്? ബ്രിട്ടീഷുകാരുടെ നന്മയിലും നീതിബോധത്തിലും അവർ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണഘടനയെ പരിഷ്കരിക്കുകയല്ല, പകരം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്ന് തീവ്ര ദേശീയവാദികൾ ഇന്ത്യയിൽ ആവശ്യപ്പെട്ടു. അതായത് ഒന്നും വേണ്ട, പെട്ടിയും കിടക്കെടുത്ത് നിങ്ങൾ പോയാൽ മതി, നിങ്ങളുടെ പരിഷ്കാരങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല എന്നാണ് തീവ്ര ദേശീയവാദികൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ 1905 മുതൽ 1918 വരെ നീണ്ടു നിന്നിരുന്ന ഈ ഒരു വിഭാഗം, അതായത് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ടാവും ഈ മൂന്ന് പേരുകൾ. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ലാൽ ബാൽ പാൽ, ഈ മൂന്ന് പേരുകൾ ഇവരിൽ പ്രധാനികളായിരുന്നു. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളിൽ നിന്നും തിരിച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ മറിച്ചിടുവാൻ സാധിക്കൂ എന്നുള്ള ആവശ്യക്കാരായിരുന്നു. ആ മൂന്ന് പേരുകൾ കൃത്യമായി ഓർത്തു വച്ചിരിക്കുക. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു നൽകുകയും ഇന്ത്യ വളരെ ശക്തമായ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? തീവ്ര ദേശീയവാദികളുടെ പുതിയ സമര മാർഗങ്ങളുടെ ഫലമായിട്ട്. നോക്കൂ, ഇവരുടെ മൂന്ന് പേരുടെയും ചിത്രങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. ബാലഗംഗാധര തിലകിന്റെ പ്രത്യേകത എന്താണ്? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാരാണ്? ബാലഗംഗാധര തിലകാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ബാലഗംഗാധര തിലകിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്. കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേരെന്താണ്? വാലന്റൈൻ ഷിറോൾ. അതെല്ലാം ഒന്ന് ഓർത്തു വച്ചിരിക്കുക. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ജനങ്ങളെ ഏകോപിപ്പിച്ചു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത്. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ വശങ്ങൾ നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. വിവിധ തരം ആശയധാരകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയധാരകൾക്കിടയിൽ ചെറിയ ചെറിയ വിടവുകൾ ഉണ്ടാവുകയും അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുണ്ടായ ഒരു ചെറിയൊരു പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സൂററ്റ് പിളർപ്പ്. നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. 1907 നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലെ പിളർപ്പ് അല്ലെങ്കിൽ സൂററ്റ് പിളർപ്പ് എന്ന് പറയുന്നത്. അതായത് മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമാവുകയും ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ ഒരു പിളർപ്പിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുക്കുകയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അപ്പൊ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ആ വർഷം ഒന്ന് മനസ്സിലാക്കി വെക്കുക. 1907 നടന്ന സ്ഥലം എവിടെയാണ്? സൂററ്റിലെ താപ്തി നദിക്കരയിൽ നടന്ന സമ്മേളനത്തിലാണ് ഇത് സംഭവിക്കുന്നത്. മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിൽ ഭിന്നിക്കുകയും കോൺഗ്രസ് രണ്ടായി വിഭജിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന് കൂടുതൽ ശക്തമായിട്ടുള്ള രൂപം കൈവരുകയും ചെയ്തു. ക്ലിയർ അല്ലേ? അങ്ങനെ 1906 നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്താണത്? സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. 1906 നടന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആഘാ ഖാന്റെ നേതൃത്വത്തിൽ, ആരാണ്? ആഘാ ഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആരുടെ നേതൃത്വത്തിൽ? ആഘാ ഖാന്റെ നേതൃത്വത്തിൽ. എന്നാൽ ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമാവുകയും ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദിതമാവുകയും 1906 അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപപ്പെടുകയും ചെയ്യുന്നു.
ക്ലിയർ അല്ലേ? അങ്ങനെ രാജ്യത്ത് ഉയർന്നു വന്ന അസംതൃപ്തിയും ജനരോഷങ്ങളും പരിഗണിച്ച് ബ്രിട്ടീഷുകാർ ഈ ഒരു സമര രൂപങ്ങളെല്ലാം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം തന്ത്രം ആവിഷ്കരിക്കുന്നു. അതാണ് 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ. എന്താണത് മിന്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. അതായത് ഒന്നിച്ച് സമരം ചെയ്ത മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് മുസ്ലിം ഹിന്ദു എന്നുള്ള വേർതിരിവ് സൃഷ്ടിക്കുകയും അതിനുശേഷം അതിൽ ഒരു വിഭാഗങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം നൽകി അവരെ കൂടെ നിർത്തുവാനുള്ള ഒരു തന്ത്രം ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ആ തന്ത്രത്തിന്റെ മറ്റൊരു പേരാണ് മിന്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ. വർഷം വളരെ കൃത്യമായി മനസ്സിലാക്കുക, 1909. ക്ലിയർ അല്ലേ? അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെ പരിചയപ്പെടുകയാണ്. ആരാണ്? ആനി ബസന്റ്. എന്താണ് ആനി ബസന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആനി ബസന്റ് ആണ്. അവർ ഏത് വർഷമാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്? ഇന്ത്യയിൽ 2 നേതാക്കൾ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ പേരുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണത്? ഒന്ന് ആനി ബസന്റും മറ്റത് ബാലഗംഗാധര തിലകും. 1916 മദ്രാസിൽ ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അതേ വർഷം തന്നെ ബാലഗംഗാധര തിലക് ബെൽഗാമിലും ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നു. അപ്പോൾ ഈ ആനി ബസന്റിന്റെ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുകയാണ്. അങ്ങനെ 1917 അവർ കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ജയിൽ മോചിതയായ ആനി ബസന്റ് 1917 ആയപ്പോൾ കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ് അതിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ് എന്നത്. ക്ലിയർ അല്ലേ ഇത്തരം കാര്യങ്ങൾ? അങ്ങനെ നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണ് ആ ഹെഡിങ്? ഞാൻ വായിക്കാം. ഐക്യത്തിന്റെ ലഖ്നൗ. എന്താണ് ഐക്യത്തിന്റെ ലഖ്നൗ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ലഖ്നൗ എന്ന് പറഞ്ഞാൽ 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലഖ്നൌവിലായിരുന്നു. അതായത് 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലഖ്നൌവിലായിരുന്നു. എന്താണ് ഇതിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഒരു സെഷൻ മുന്നേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. 1907 സൂറത്തിൽ ഒരു പിളർപ്പ് സംഭവിക്കുകയാണ്. ആരൊക്കെ തമ്മിൽ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തെ മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിൽ ഒരു പിളർപ്പ് സംഭവിക്കുകയാണ്. ആ പിളർപ്പ് 1916 ലഖ്നൗ സമ്മേളനത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെടുകയാണ്. അതാണ് ഐക്യത്തിന്റെ ലഖ്നൗ എന്ന് പറയുന്ന തലക്കെട്ടുകൊണ്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത്. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും 1906 രൂപീകരിച്ച സർവേ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഈ സമ്മേളനത്തിൽ തീരുമാനമായി. വളരെയധികം പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് 1916 കോൺഗ്രസിന്റെ ലഖ്നൗ സമ്മേളനം എന്ന് പറയുന്നത്. 1907 പിരിഞ്ഞവർ 1916 ഒരുമിക്കുകയാണ്. അത് സൂറത്ത് സമ്മേളനം, ഇത് ലഖ്നൗ സമ്മേളനം. രണ്ടും വളരെ കൃത്യമായി അതിൻ്റെതായിട്ടുള്ള ചരിത്ര പ്രാധാന്യത്തോടുകൂടി ഓർത്തു വച്ചിരിക്കുക. അങ്ങനെ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് രൂപീകരിക്കേണ്ട സമര മാർഗങ്ങളെക്കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതിൽ നിന്നെല്ലാം പുറത്തുകൊണ്ട് സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടുവാൻ സാധിക്കൂ എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് പേരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവര് സായുധ സമരത്തിന്റെ മാർഗം അവലംബിക്കുകയും പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യുവാൻ സാധിക്കൂ, അടിക്കടി തിരിച്ചടി എന്നുള്ള മാർഗത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടുവാൻ സാധിക്കൂ എന്നുള്ള മാർഗത്തിലൂടെ അവർ കുറച്ച് സംഘടനകൾ രൂപീകരിക്കുകയാണ്. ആ സംഘടനയുടെ പേരെന്താണ്? അനുശീലൻ സമിതി. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. സജീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും ആവിഷ്കരിച്ച അനുശീലൻ സമിതി എവിടെയാണ് സ്ഥലം? ബംഗാളിലാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ് അനുശീലൻ സമിതി. എവിടെ രൂപീകരിച്ചു? ബംഗാളില്. സജീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷുമാണ് ഇത് രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത പ്രമുഖരെന്ന് പറയുന്നത്. മദ്രാസിൽ ഭാരത് മാതാ അസോസിയേഷൻ രൂപീകരിക്കുകയാണ്. ആരൊക്കെ ചേർന്ന്? നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യറും അജിത് സിംഗും. എവിടെയാണ്? മദ്രാസിൽ ഭാരത് മാതാ അസോസിയേഷൻ രൂപീകരിക്കുന്നു. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് യുഗാന്തർ പാർട്ടി എവിടെയാണ്? ബംഗാളിൽ സ്ഥാപിക്കപ്പെടുകയാണ്. റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും ചേർന്നുകൊണ്ട് യുഗാന്തർ പാർട്ടി രൂപീകരിക്കുകയാണ് ബംഗാളിൽ. പിന്നീട് എന്താണ്? ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി എവിടെയാണ് രൂപീകരിക്കപ്പെടുന്നത്? അമേരിക്കയിലാണ്. അമേരിക്കയിൽ ആരാണ്? ലാലാ ഹർദയാൽ. ലാലാ ഹർദയാൽ അമേരിക്കയിൽ രൂപീകരിച്ച ഒരു വിപ്ലവ സംഘടനയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയുക, ഗദ്ദർ പാർട്ടി. ക്ലിയർ അല്ലേ?
ധീര സൈനികരെ ആവശ്യമുണ്ട്, ശമ്പളം മരണം, വില രക്തസാക്ഷിത്വം. ഈ ഒരു പരസ്യവാചകം ഏതുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് എവിടെയെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, അത് ഗദ്ദർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിൽ രൂപീകരിച്ച ലാലാ ഹർദയാൽ രൂപീകരിച്ച ഗദ്ദർ പാർട്ടിയുടെ ഒരു പരസ്യവാചകമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഓർമ്മിക്കുവാനായിട്ട് പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. എന്തായിരുന്നു സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്? നമുക്കറിയാം, വളരെയധികം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മാറി മാറി നടന്ന ചെറിയ ചെറിയ സമരങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യം എന്നുള്ള ആവശ്യം ഇന്ത്യൻ ജനതയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഘടിത രൂപം കൈവരിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെതായിട്ടുള്ള പങ്ക് ഇന്ത്യ ചരിത്രത്തിൽ വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി. 1885 മുതൽ 1918 വരെയുള്ള കാലഘട്ടം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. അങ്ങനെ മിതവാദികളുടെ കാലഘട്ടം കഴിഞ്ഞു, തീവ്ര ദേശീയവാദികളുടെ കാലഘട്ടം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള മഹാത്മാഗാന്ധിയുടെ ഒരു കാലഘട്ടം, ഒരു വലിയ കാലഘട്ടമാണ് ഇനി നമുക്ക് മുൻപിൽ കിടക്കുന്നത്. ഇനി ഞാനൊന്ന് വായിക്കാം. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്കൊരു സംഘടിത രൂപം കൈവന്നു. ചെറുത്തുനിൽപ്പുകൾക്കൊരു സംഘടിത രൂപം കൈവന്നു എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. പിന്നീട് ഗാന്ധിജി ഈ സമരത്തിലേക്ക് വരുന്നതോടുകൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് പുതിയൊരു രൂപം കൈവരികയും അഹിംസ എന്ന് പറയുന്ന മാർഗത്തിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സമര ചരിത്രമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മാറുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ദയവേത് ആ ചാപ്റ്ററും കൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയുടെ പങ്ക് എന്നുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.